നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ വിയോജിപ്പുകൾ പറഞ്ഞാലും, മനുഷ്യരെ മനസ്സിലാക്കാനുള്ള അസാമാന്യമായ പാഠവുമുള്ള ഭരണാധികാരിയാണ് സഖാവ് പിണറായി വിജയൻ. അത് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. ഒരു വ്യക്തിയെ പഠിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പരനാറിയെന്നും കുലം കുത്തിയെന്നും ഒക്കെ ചിലരെ വിളിക്കുമ്പോൾ കേൾക്കുന്നത് നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും. ഈ വിളിച്ചവർ പിന്നീട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കാണുമ്പോൾ എത്ര ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു പിണറായി വിജയൻ എന്ന് നമുക്ക് തോന്നും. പോലീസിലെ ചില IPS ഏമാന്മാരെയും ഏമാത്തികളെയും എന്നിങ്ങനെ പറയാം അല്ലേ, സ്ത്രീലിംഗം എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏമാത്തികളെയും പിണറായി ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തെ വിമർശിച്ചവരുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്, അയ്യോ ഇത്രയും സത്യസന്ധനായ ഈ പോലീസ് ഓഫീസറോട് എന്തിനാണ് പിണറായി ഇങ്ങനെ കാണിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവനൊക്കെ റിട്ടയർ ആവുമ്പോൾ ഈ ഏമാന്മാർ ചെന്നണയുന്ന മാളങ്ങൾ കാണുമ്പോഴാണ് പിണറായിയെ നമ്മൾ നമിച്ചു പോകുന്നത്. അത്രയും നേരത്തെ അദ്ദേഹം കാണുന്നു എന്നുള്ളതാണ് അത്. ചീഫ് സെക്രട്ടറിയായും മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായും ഒക്കെ പ്രവർത്തിച്ച കെ ജയകുമാർ IAS, എൻ്റെ പ്രിയപ്പെട്ട ജയകുമാർ സാർ, റിട്ടയർമെൻറ്റ് കാലം സിനിമകൾക്ക് തിരക്കഥ എഴുത്തും സംവിധാനങ്ങളും ഡോക്യുമെൻ്ററി എടുപ്പും പാട്ടെഴുത്തും ഒക്കെയായി ആസ്വദിക്കണം ദിനേശേ എന്ന് പലപ്പോഴും എന്നോട് സാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി അങ്ങനെ ആ വഴിയിലേ പോവും. റിട്ടയർമെൻറ്റ് ലൈഫ് നന്നായിട്ട് ആസ്വദിക്കണം. അങ്ങനെ റിട്ടയറായി പോയ ആളിനെയാണ് പിണറായി വിളിച്ച് IMG-യുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞ വലിയ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാക്കി. 2 പിണറായി സർക്കാരിൻ്റെ കാലത്തും IMG തലവനായി ജയകുമാർ സാർ തുടരുന്നു. അത് വളരെ അതിശയം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം പെർഫെക്റ്റ് ആണ് 100% തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ പിണറായി 1ാം മന്ത്രിസഭയിൽ വെച്ച ആളിനോ അയ്യോ ഇത് അയ്യോ തലവേദന എടുത്ത് വെച്ചോ എന്ന് തോന്നാതെ 2ാമതും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജയകുമാർ സാറിനെ തേടി ഒരു പുതിയ ദൗത്യം എത്തിയിരിക്കുന്നു. കുത്തൊഴിഞ്ഞു കിടക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ജയകുമാർ സാറിനെ നിയമിച്ചിരിക്കുന്നു. അതും 5 പേരുകളാണ് CPM സംസ്ഥാന കമ്മിറ്റിയുടെ മുന്നിൽ വന്നത്. അപ്പോൾ പിണറായി വിദേശത്താണല്ലോ, അങ്ങോട്ടേക്ക് ഈ 5 പേരും അയച്ചു കൊടുത്തപ്പോൾ ഒറ്റ വാക്കേ പിണറായി പറഞ്ഞുള്ളൂ എന്നാണ് പറയണത്, കെ ജയകുമാർ മതി. അപ്പോൾ IMG ഡയറക്ടർ തന്നെയാണ് ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പിണറായി ഒരാളെ മതിയെന്ന് പറഞ്ഞാൽ അതിൽ പല പല കാരണങ്ങളുണ്ടാവും. സഖാവ് BS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 2006 ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന ആളിനെ എന്താ പറയുക പിരിച്ചുവിട്ടു BS. എന്നിട്ട് കെ ജയകുമാറിനെ സ്പെഷ്യൽ കമ്മീഷണറാക്കിയിട്ടുണ്ട്. അപ്പോൾ VS-നും അറിയാം കെ ജയകുമാർ ആരാണെന്ന്. അതുകൊണ്ടാണല്ലോ ബോർഡ് പ്രസിഡന്റിനെ പിരിച്ചുവിട്ടിട്ട് ഇദ്ദേഹത്തെ സ്പെഷ്യൽ കമ്മീഷണറാക്കിയത്. 2 തവണ കൂടി അദ്ദേഹം സ്പെഷ്യൽ കമ്മീഷണറായി. അത് കഴിഞ്ഞ് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിൻ്റെ ചെയർമാനായി. നമുക്കൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിലവറയിലെ പത്മനാഭൻ്റെ സ്വർണം മുഴുവൻ കണ്ട ഏക IAS-കാരനാണ് ജയകുമാർ സാർ. സാറിനോട് ഞാൻ ആ കാര്യം കണ്ട കാഴ്ചയൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാണേണ്ടതാണ് ദിനേശേ പത്മനാഭൻ്റെ നിധി പേടകം എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. IAS-ൻ്റെ ഭാരം ചുമന്നുള്ള ജാട കാണിക്കാതെ തൻ്റെ ജോലി ഭംഗിയായി ചെയ്യുന്ന ജയകുമാർ സാർ ശബരിമല ഭരിക്കട്ടെ. ഞാൻ സാറിനെ വിളിച്ചു. അപ്പോൾ സാറ് തൃശ്ശൂർ രാമനിലയത്തിലാണ്. ദിനേശെ അറിഞ്ഞു അല്ലേ വാർത്ത? ഞാൻ അറിഞ്ഞു സാർ, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ കാണിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് ശരി, അതിലൊക്കെ വന്നോ? ഞാൻ അതിലൊക്കെ വന്നു. ഞാൻ നാളെ രാവിലെ തിരുവനന്തപുരത്ത് എത്തും ദിനേശ്. ഒരു 10 ദിവസമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഈ വൃശ്ചിക മാസത്തിൽ തുറക്കുമല്ലോ, വൃശ്ചിക 1-ാം തീയതി തുറക്കുമല്ലോ ശബരിമല. മകരവിളക്കും മണ്ഡലവിളക്കും ഒക്കെ ഈ 10 ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിഭ്രാന്തിയൊന്നും ഇല്ല ദിനേശേ. കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിൽക്കും. നമ്മൾ മുമ്പ് അവിടെ പ്രവർത്തിച്ച ആളല്ലേ, നമുക്ക് നോക്കാം.
ഞാൻ നാളെ രാവിലെ തിരുവനന്തപുരത്ത് എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സാറിനെ കാണാനൊന്നും പോയില്ല. തിരക്കുകൾക്കിടയിൽ നമ്മൾ പോയി ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. എന്തായാലും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അയ്യപ്പൻ മനസമാധാനത്തോടെ ഇനിയെങ്കിലും ഉറങ്ങട്ടെ. കൈയിട്ടുവാരികളിൽ നിന്ന് ഒരു മോചനം അയ്യപ്പന് ലഭിക്കട്ടെ. 100% വിശ്വസിക്കാം ജയകുമാർ സാറിനെ. നമസ്കാരം. രസകരമായ ഒരു കഥയാണ് പറയുന്നത്. എഴുതി വന്നപ്പോൾ അല്പം നീണ്ടുപോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സിനിമ കാണൽ കള്ളുഷാപ്പിൽ കയറുന്ന പോലുള്ള അറപ്പിൽ സമൂഹം കണ്ടിരുന്നു ഒരു കാലത്ത്. പ്രത്യേകിച്ചും വരേണ്യവർഗം അങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തുള്ളവർ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. കള്ളുഷാപ്പിൽ കയറുന്നതിനേക്കാൾ ഹീനമായ പണിയാണ് തിയേറ്ററിൽ കയറി സിനിമ കാണുന്നത് എന്നാണ് വിശ്വസിച്ചിരുന്നത്, പ്രത്യേകിച്ച് വരേണ്യവർഗം. വിഗതകുമാരൻ എന്ന മലയാളത്തിലെ ആദ്യ സിനിമയിൽ അഭിനയിച്ച PK റോസി എന്ന ദളിത് യുവതിയോട് ഈ പറഞ്ഞ സമൂഹം കാണിച്ചത് എന്താണെന്ന് മലയാളി മറക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പട്ടന്മാരുടെയും അഗ്രഹാരങ്ങളുടെയും നോട്ടപ്പാടിൽ ഒരു തേവടിശി കലയായിരുന്നു സിനിമ. അഗ്രഹാരങ്ങളിൽ നിന്ന് മാത്രമല്ല, മാന്യമായ മറ്റ് കുടുംബങ്ങളിൽ നിന്ന് പോലും സിനിമ കാണാൻ പോകുന്നത് അപൂർവമായിരുന്നു, അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. ഈ അന്തരീക്ഷമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ഒരു പയ്യൻ, പട്ടൊരു പയ്യൻ എന്ന് തന്നെ അണ്ടർലൈനിട്ട് പറയാം, അതൊന്നും ചിന്തിക്കാതെ സിനിമ കാണാൻ പോവുക തുടരെ എന്നാവുമ്പോൾ അവനെ എന്താ വിളിക്കേണ്ടത്, അതും ആളൊരു ബ്രാഹ്മണനാവുമ്പോൾ എന്താ വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചു. അഭിജാതമെന്ന് കുടുംബം കരുതുന്ന നിഷ്ഠകൾ തെറ്റിച്ച് ഒളിച്ചു പോയെങ്കിലും സിനിമ കാണുക. മലയാള സിനിമ വിരലിൽ എണ്ണാവുന്ന അത്രയേ വന്നിരുന്നുള്ളൂ എന്നതിനാൽ തമിഴും തെലുങ്കും ഇംഗ്ലീഷും ഹിന്ദിയും എന്ന് വേണ്ട സിനിമ എന്നൊരു സാധനമായിരുന്നാൽ മതി, ഈ പയ്യൻ കാണുമായിരുന്നു. മുടങ്ങാതെ സിനിമ കാണുമായിരുന്നു. ഒരു വർഷം 400 സിനിമകൾ വരെ ഈ കുരുത്തം കെട്ട പയ്യൻ കണ്ടിരുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ ആ യുവത്വത്തിന് സിനിമകളോട് ഉള്ള പാഷൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പാഷൻ ഇല്ലാന്നൊക്കെ അദ്ദേഹം പറയും, പക്ഷേ അദ്ദേഹത്തിന് സിനിമയോട് പാഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് 365 ദിവസം കൊണ്ട് 400 സിനിമ കാണുക എന്നുള്ളത്. ഇങ്ങനെ പതിവായി സിനിമകൾ പഠനകാലത്ത് കണ്ടിരുന്നെങ്കിലും നാളെ വളർന്ന് വലുതാവുമ്പോൾ ഒരു സിനിമാക്കാരനാകണമെന്ന സ്വപ്നമൊന്നും ഈ പയ്യൻ്റെ മനസ്സിലില്ലേയില്ല. അതൊന്നും ഇല്ലായിരുന്നു. TV ഇല്ലാത്ത, കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലം സിനിമ തന്നെയാണ് ശരണം. വീട്ടുകാർ പഴമയും കെട്ടിപ്പിടിച്ചിരിക്കട്ടെ, എന്നെ അതിന് കിട്ടില്ല എന്ന് ചോരത്തിളപ്പിൻ്റെ പ്രായമുള്ളതുകൊണ്ട് ചിന്തിച്ച ആളായിരുന്നു ഈ പയ്യൻ. യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് എഞ്ചിനീയർമാരുടെ തസ്തികയിലേക്ക് ആളെ എടുക്കുന്നു എന്ന അച്ഛൻ്റെ നിർദ്ദേശത്തിൽ ഈ പയ്യൻ കോഴിക്കോട്ട് പോയി എഴുത്തു പരീക്ഷ എഴുതി, നല്ല മാർക്ക് വാങ്ങിച്ചു. ഇനി മദ്രാസിലാണ് നേരിട്ടുള്ള ഇൻ്റർവ്യൂ. മദ്രാസിലാണ് അഭിമുഖം എന്നറിഞ്ഞ പയ്യന് വലിയ സന്തോഷം. അത് ഇൻ്റർവ്യൂ ഓർത്തിട്ടല്ല, അല്ലെങ്കിൽ മദ്രാസ് നഗരം കാണാമെന്ന് വിചാരിച്ചിട്ടല്ല. മദ്രാസിയിൽ പോയാൽ പഴംപൊരിയുടെ കാര്യം പറഞ്ഞ കണക്ക് 2 കാര്യങ്ങൾ നടക്കും ഒരേ സമയം. ജോലിയും കിട്ടും, അത് കിട്ടട്ടെ എന്നാണ് പയ്യൻ്റെ ചിന്ത. എന്നാൽ ഈ യാത്രയിൽ പുതിയ കുറേ തമിഴ് സിനിമകൾ ഫ്രഷായിട്ട് തിയേറ്ററിൽ കയറിയത് സിനിമാ നഗരമല്ലേ, കാണാം എന്നുള്ളതായിരുന്നു മുഖ്യം. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തും കോയമ്പത്തൂരും പോയി ഈ പയ്യൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇത് സിനിമാ നഗരത്തിൽ തന്നെ പുതിയ സിനിമകൾ കണ്ടു. ഒരു ദിവസം തന്നെ ഒരു സിനിമ എന്നല്ല, 3 ദിവസം കൊണ്ട് 7 സിനിമകൾ വരെ കണ്ട് റെക്കോർഡിട്ടു മദ്രാസിൽ ചെന്നിട്ട്. വളർന്നപ്പോൾ സിനിമ എടുക്കുവാനായത് ഈ സിനിമാകമ്പം കൊണ്ടൊന്നുമല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. ഒരിക്കലും ഈ പയ്യൻ കരുതിയതല്ല വളർന്ന് വലുതാവുമ്പോൾ ഞാൻ സിനിമ നിർമ്മിക്കുന്ന ഒരാളായി മാറും എന്ന് വിചാരിച്ചതേ അല്ല. ഇത്രയും സൂചനകളിൽ നിന്നും ആളെ നിങ്ങൾക്ക് പിടികിട്ടിയിരിക്കും. സാക്ഷാൽ ഗുഡ് നൈറ്റ് മോഹൻ. കൊതുകുതിരി വിപ്ലവത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തിൽ വിപ്ലവം സൃഷ്ടിച്ച R കല്യാണരാമൻ എന്ന ഗുഡ് നൈറ്റ് മോഹൻ. ഗുഡ് നൈറ്റ് കൊതുകുതിരി ഇന്ത്യൻ വിപണിയിൽ എതിരാളികളില്ലാത്ത ശക്തനായി എണ്ണിയാൽ തീരാത്ത അത്ര പണം വരെ വാരി കൂട്ടുന്ന കാലം.
എത്ര ഉണ്ടെന്ന് എണ്ണാൻ പോലും പറ്റില്ലായിരുന്നു എന്നാണ് മോഹൻ സാർ പറയുന്നത്. 20 ലക്ഷം രൂപ ഒരു സിനിമയ്ക്കായി മുടക്കിയാൽ തനിക്കൊരു നിർമ്മാതാവായി ജീവിതത്തിനൊരു വഴി കണ്ടെത്താനാകുമെന്ന് ഗുഡ് നൈറ്റ് മോഹനെ പഠിപ്പിച്ച പ്രൊഫസറുടെ മകനും തൻ്റെ സതീർത്ഥനുമായ പി വി കൃഷ്ണൻ വന്ന് ഒരു നാൾ ഗുഡ് നൈറ്റ് മോഹനോട് പറഞ്ഞു, 20 ലക്ഷം രൂപ മുടക്കിയാൽ മതി, അതിലൂടെ ഞാനൊരു നിർമ്മാതാവാകും, നിങ്ങളുടെ പടം ഓടി ആ പൈസ തിരിച്ചു തരാം, എനിക്കൊരു ജീവിത മാർഗമാകും. അപ്പോൾ പഠിപ്പിച്ച ഗുരുനാഥൻ്റെ മകൻ, കൂടെ പഠിച്ച സതീർത്ഥി, 20 ലക്ഷം രൂപ മുടക്കി ഒരു സിനിമ നിർമ്മിക്കാൻ പി വി കൃഷ്ണൻ പറയുന്ന സമയത്ത് ഗുഡ് നൈറ്റിൻ്റെ ടേൺ ഓവർ എത്ര എന്ന് ചോദിച്ചാൽ 50 കോടി രൂപയാണ്. അപ്പോൾ 20 ലക്ഷം തുച്ഛമല്ലേ? ആലോചിച്ച് നോക്കിയേ. സിനിമാ രംഗത്ത് നിരവധി ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജരായിരുന്നു പി വി കൃഷ്ണൻ. സിനിമാക്കാരുമായി നല്ല ബന്ധം, അതൊക്കെ ആദ്യ നിർമ്മാണ ചിത്രത്തിനായി ഉപയോഗിച്ച് നല്ലൊരു സിനിമ എടുക്കാം, കാശിറക്കിയാൽ മാത്രം മതി എന്നാണ് കൂട്ടുകാരനോട് പി വി കൃഷ്ണൻ പറഞ്ഞത്. ഭരതനെ കൊണ്ടൊരു സിനിമ, അതായിരുന്നു ചിന്ത. ഭരതനായാലും ലക്ഷ്മണനായാലും ആർ മോഹൻ എന്ന ഗുഡ് നൈറ്റ് മോഹന് അതൊരു പ്രശ്നമേ അല്ല. ഒരു സിനിമാക്കാരനെ പോലും അക്കാലത്ത് ഗുഡ് നൈറ്റ് മോഹൻ അറിയില്ല. എന്നാൽ പി വി കൃഷ്ണന് എല്ലാവരെയും അറിയാം. ഭരതനെ വെച്ചൊരു സിനിമ എടുക്കാം, ഞാൻ റെഡി എന്ന് ഗുഡ് നൈറ്റ് പറയുമ്പോൾ ഭരതൻ റെഡിയല്ല. ഏതോ സിനിമയുമായി ഭരതൻ തിരക്കിലാണ്. പിന്നെ അടുത്ത ചോയ്സായി മോഹൻ. വിട പറയും മുമ്പേ സൂപ്പർ ഹിറ്റായി ഓടുന്ന കാലമാണ്. മോഹനം നിശ്ചയിക്കട്ടെ എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം കൊടുക്കാനുള്ള നേരമില്ല ഗുഡ് നൈറ്റ് മോഹൻ എന്നുള്ള സതീർത്ഥ്യന്. കൊതുകിൻ്റെ അന്തകൻ ഭൂതം പോലെ വളർന്ന് പന്തലിക്കുന്ന കാലമല്ലേ. മോഹനെങ്കിൽ മോഹൻ എന്നായിരുന്നു ഉത്തരം. എനിക്കെല്ലാം ഓക്കെയാണ്, ആരായാലും കൃഷ്ണ നിനക്ക് സമ്മതമാണെങ്കിൽ എടുത്തോ എന്നായി. സിനിമാ പിടുത്തത്തിനിടയിൽ നടക്കുന്ന കളികളൊന്നും കാശിറക്കുന്ന ഗുഡ് നൈറ്റ് മോഹൻ അറിയില്ല. കാശ് ദയയില്ലാതെ ഒഴുക്കിയാൽ റോക്കറ്റ് വേഗതയിൽ എത്ര വേണമെങ്കിലും കത്തിച്ചു തീർക്കാവുന്ന വേദിയാണ് സിനിമ എന്നും അക്കാലത്ത് ഗുഡ് നൈറ്റ് മോഹൻ അറിയില്ല. ഊണിലും ഉറക്കത്തിലും ഗുഡ് നൈറ്റ് എന്ന ഒറ്റ ചിന്ത മാത്രം തലച്ചോറിൽ ഓടുന്ന സമയം. അങ്ങനെയുള്ളൊരു സമയം കൂടി ആയതിനാൽ പറയും വേണ്ടല്ലോ, അദ്ദേഹത്തിന് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. 20 ലക്ഷം അക്കാലത്ത് ബജറ്റിട്ട സിനിമ 30 ലക്ഷം കടന്നുപോയി. കാരണം അത് ഈ പറഞ്ഞ പോലെ തന്നെ കാശിറക്കുന്നവൻ്റെ ശ്രദ്ധയില്ലാതെ പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. ചിത്രത്തിൻ്റെ പേര് പറഞ്ഞില്ല, ഇസബെല്ല. ബാലചന്ദ്ര മേനോനും സുമലതയും പ്രധാന വേഷങ്ങളിൽ വന്ന മനോഹരമായ ചിത്രം ഇസബെല്ല. ONV കുറുപ്പ് സാർ എഴുതി, ജോൺസൺ ഈണമിട്ട് യേശുദാസ് അടക്കം പാടിയ പാട്ടുകളെല്ലാം അക്കാലത്ത് സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇസബെല്ല നല്ല സിനിമയായിരുന്നു, പക്ഷേ നല്ല കച്ചവടമായില്ല. പാട്ടിന് പോലും തരംഗിണിക്ക് റൈറ്റ് കൊടുത്തിട്ട് 10 പൈസ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ 10 പൈസ ഗുഡ് നൈറ്റ് മോഹന് കിട്ടിയിട്ടില്ല, തരംഗിണി കൊടുത്തില്ല. തോൽവി ഒരിക്കലും അംഗീകരിക്കാത്ത ഗുഡ് നൈറ്റ് മുതലാളി ആദ്യ സിനിമയുടെ വിജയമില്ലായ്മയിൽ നിന്നും വിജയിക്കണം എന്നുറപ്പിച്ചു. ഗുഡ് നൈറ്റ് ഒരു പരാജയപ്പെടാൻ പാടില്ല ഒരു കാര്യത്തിൽ. ഈ സിനിമ പരാജയപ്പെട്ടെങ്കിൽ വിജയിച്ച ഒരു സിനിമയും കൊണ്ട് ഗുഡ് നൈറ്റ് പോകൂ എന്നുള്ള വാശി അദ്ദേഹത്തിന് വന്നു. പരാജയപ്പെടാൻ മനസ്സ് സമ്മതിക്കുമായിരുന്നില്ല. നിർമ്മാതാവ് എന്ന നിലയിൽ ഗുഡ് നൈറ്റ് വിജയിച്ച് കാട്ടണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഒരു സിനിമ പറഞ്ഞ ചെലവിൽ നിർമ്മിച്ച് തിയേറ്ററുകളിൽ എത്തിച്ച് മുടക്കുമുതലും ലാഭവും നേടിയെടുക്കണമെങ്കിൽ കാശിറക്കുന്നവൻ സദാ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ പോക്ക് കേസാണ്. ഇവിടെ അതിന് കഴിയില്ല. കോടികൾ ടേൺ ഓവർ വരുന്ന തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിട്ടൊരു കളിക്ക് താനില്ല എന്ന് അദ്ദേഹം ദൃഢനിശ്ചയം എടുത്തിരുന്ന സമയമാണ്. എല്ലായിടത്തും ശ്രദ്ധിക്കാൻ ചില കിങ്കരന്മാരെ തന്നെ ഗുഡ് നൈറ്റ് മോഹൻ നിയമിച്ചു. അവർ കണ്ടവൻ്റെ കാശ് വാരിക്കോരി എറിഞ്ഞ് കളിക്കുകയാണെന്ന് അറിയാൻ അദ്ദേഹം അല്പം വൈകിയിരിക്കണം. വാരി ഇറക്കി കാശ്. ഇസബെല്ലയിലെ വീഴ്ച പരിഹരിക്കാൻ ഒരു സിനിമയ്ക്ക് ഫൈനാൻസ് ചെയ്യാൻ ഗുഡ് നൈറ്റ് മോഹൻ തയ്യാറായി. നെടുമുടി വേണു സംവിധാനം ചെയ്യുന്ന പൂരം എന്ന സിനിമ. ഡേവിഡ് കാച്ചപ്പള്ളി എന്ന നിർമ്മാതാവ്, വിട പറയും മുമ്പേക്ക് എടുത്ത ഇന്നസെൻ്റെ കൂടെ നിർമ്മാതാവായിരുന്ന ഡേവിഡ് കാച്ചപ്പള്ളിയാണ് ഈ പൂരം നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിന് ഗുഡ് നൈറ്റ് ഫൈനാൻസ് ചെയ്യും. ശാകുന്തളത്തിൽ നിന്നും സ്വീകരിച്ച ഒരു കഥയാണ് പൂരം.
പടം ദയനീയമായി പൊളിഞ്ഞു. കൊടുത്ത പൈസയെ പൂരമാക്കി കൊടുത്ത സിനിമയായി മാറി പൂരം. അങ്ങനെ ചില്ലി പൈസ കിട്ടാതെ അത് നഷ്ടപ്പെട്ടു. ഭൂലോകം അടിയനായ സ്വന്തം നിർമ്മാണത്തിലുള്ള സിനിമ എങ്ങനെ ചിത്രീകരണം മുടക്കാം എന്ന് ചിന്തിച്ച ഒരാൾ മലയാള സിനിമയിലുണ്ടായിരുന്നു. ഭൂലോകം അടിയനായിരുന്നു, ശുദ്ധനുമായിരുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ സിനിമകളിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ എന്താവും കാട്ടുക എന്ന് പറയണ്ടല്ലോ. അത് മറ്റാരുമല്ല, നിങ്ങൾ ഗസ് ചെയ്തോന്ന് എനിക്കറിയില്ല, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കാലത്തെ നായകനായിരുന്ന രതീഷ് ഒന്നാം നിര നായകനായിരുന്നപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും നായക നിരയിലേക്ക് പതിയെ വരുന്നതേ ഉള്ളൂ. അളിയ കയറി പോടാ എന്ന സ്വഭാവമായിരുന്നു രതീഷിന്. അയാൾക്ക് സ്റ്റാർഡമൊക്കെ ഒരു ഭാരമായിരുന്നു. സുഖിച്ച് ജീവിക്കണമെന്നുള്ളതല്ലാതെ സൂപ്പർ സ്റ്റാറായി നിലനിൽക്കണമെന്നുള്ള ചിന്തയൊന്നും രതീഷിനില്ലായിരുന്നു. സുഖിച്ച് ജീവിക്കണം എന്ന ഒരേ ഒരു ചിന്ത മാത്രം, അതായിരുന്നു രതീഷ്. തേനി കമ്പം ഭാഗത്ത് എനിക്ക് അനുഭവമുള്ളതാണ് ഞാൻ പറയണത്. തേനി കമ്പം ഭാഗത്ത് ലക്ഷങ്ങൾ മുടക്കി ഭൂമി പാട്ടത്തിനെടുത്ത് തെങ്ങ് കൃഷി, പപ്പായ കൃഷി മുതലായവ തുടങ്ങി രതീഷ്. ഒരു ലോഡ് തേങ്ങയും ഒരു ലോഡ് പപ്പായയും കയറ്റി തിരുവനന്തപുരത്തേക്ക് വിട്ടു. നടൻ ശിവജിയുടെ എന്താ പറയുക അഡ്രസ്സും കൊടുത്തു ആ ലോറിക്കാർക്ക്. ശിവജിയും രതീഷും നല്ല സുഹൃത്തുക്കളും സ്വഭാവത്തിൽ നല്ല സാമ്യമുള്ളവരുമായിരുന്നു. ഒരു നാള് ശിവജിയെ രതീഷ് വിളിച്ചു. അളിയാ, പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ വിൽക്കുന്ന മുതലാളിമാരെ ആരെങ്കിലും അറിയാമോ? ശിവജി പെട്ടെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞു തിരക്കാം എന്ന് പറഞ്ഞു. ചാലക്കമ്പോളത്തില്ലേ പപ്പായ ഇറക്കുന്ന മുതലാളിമാരെ അറിയാമോ? തിരക്കാം എന്നായി ശിവജി. ഈ ഒരൊറ്റ വാക്കിൽ പിടിച്ച് 2 ലോറികളിൽ, ഒരു ലോറിയിൽ മുഴുവൻ തേങ്ങയും ഒരു ലോറിയിൽ മുഴുവൻ പപ്പായയും കയറ്റി വിട്ടു. ശിവജി ശരിക്കും പറഞ്ഞാൽ ഓട്ടം പിടിച്ചു. ശിവജി എന്നെ വിളിച്ചു. പലരെയും ഇതുപോലെ വിളിച്ചിരിക്കാം. കുറച്ച് പപ്പായ എടുക്കുന്ന ആരെയെങ്കിലും അറിയാമോ ദിനേശേ എന്നോട് ചോദിച്ചു. ഞാൻ കരുതിയത് ശിവജിയുടെ നന്ദൻകോട്ട വീട്ടിൽ ഭാര്യ ജയശ്രീ വല്ല റെഡ് ലേഡിയുടെ പപ്പായ തൈവല്ലും വാങ്ങി നട്ടിരിക്കാം. ആവശ്യം കഴിഞ്ഞ് അധികം പപ്പായ ഉള്ളതുകൊണ്ടായിരിക്കാം എന്നെ വിളിച്ച് ചോദിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 5-6 പപ്പായ ആണെങ്കിൽ ഞാനും വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. ഒരു ലോറി പപ്പായ ഉണ്ട്, അത് വിൽക്കണം. നമ്മുടെ രതീഷ് കൃഷി ചെയ്തതാ. ആ പപ്പായയും തേങ്ങയും എന്ത് ചെയ്തു എന്ന് ശിവജി ചേട്ടൻ മരിക്കുന്നത് വരെ ഞാൻ അന്വേഷിച്ചിട്ടില്ല. ലക്ഷങ്ങൾ അങ്ങനെ കളഞ്ഞു കുളിച്ച ആളായിരുന്നു രതീഷ്. ഒരു അലസനും പാവത്താനും മടിയനുമായിരുന്നു രതീഷ്. സിനിമയിലെ എല്ലാവരെയും രതീഷ് വിശ്വസിച്ചു. എല്ലാ തരികിടകളോടും ചങ്ങാത്തം കൂടി. 4 കുട്ടികളും ഒരു ഭാര്യയും എനിക്കുണ്ട് എന്ന് ചിന്തിക്കാതെ സ്വന്തം കരിയർ സ്വയം നശിപ്പിച്ച മനുഷ്യനായിരുന്നു രതീഷ്. കിട്ടുന്ന ചാൻസുകൾ പോലും ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാത്ത നിസ്സംഗനായ മനുഷ്യൻ. ഗുഡ് നൈറ്റ് മോഹൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നടനുള്ള പരീക്ഷ പാസ്സാകും മുമ്പ് നിർമ്മാതാവ് എന്നുള്ള പരീക്ഷയ്ക്കും കൂടി കയറിയിരുന്ന ആളാണ് രതീഷ്. സിനിമയുടെ മാജിക്കോ അതിൻ്റെ അന്തർധാരകളിലെ വക്രതകളോ ഒന്നും അറിയാതെ അയാൾ നിർമ്മാതാവിൻ്റെ കുപ്പായം എടുത്തിട്ടു. അങ്ങനെ അയ്യർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയും ചക്കിക്കുത്തര ചങ്കരൻ എന്നുള്ളൊരു സിനിമയും നിർമ്മിച്ചു. രണ്ടും പാതി വഴിയിൽ വീണു, പൈസ ഇല്ലാതെ. സിനിമാക്കാർക്ക് പണം ഫൈനാൻസ് ചെയ്യുന്ന മാർവാടികളുണ്ട് മദ്രാസിൽ ഒരുപാട്. അക്കാലത്ത് വലിയ മാർവാടിയായിരുന്നു RB ചൗധരി. ഒരുപാട് കാലമായി മദ്രാസിൽ കോടികൾ സിനിമാക്കാർക്ക് കടം നൽകുന്ന ആളാണ് RB ചൗധരി. വലിയ പിടിപാടുള്ള ചൗധരിയിൽ നിന്നും പലിശയ്ക്ക് പണമെടുത്താണ് രതീഷ് ചക്കിക്കൊത്ത ശങ്കരനും അയ്യർ ദ ഗ്രേറ്റ് നിർമ്മിക്കാൻ ഇറങ്ങിയത്. പല പല കാരണങ്ങളാൽ സിനിമകൾ ചിത്രീകരണം പൂർത്തിയാകാതെ കിടന്നു. എഗ്രിമെൻ്റ് പ്രകാരം മുതലും പലിശയും നൽകേണ്ട സമയം കഴിഞ്ഞപ്പോൾ ചൗധരി പിടിമുറുക്കി. രതീഷിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ചൗധരിയുടെ ശല്യം. ഈ മാർവാടികളുടെ ഒന്നും കളിക്കാൻ പറ്റില്ല. ഒരുപാട് കിങ്കരന്മാരെ കൊണ്ട് നടക്കുന്നവരാ, തൂക്കിയെടുത്തോണ്ട് മക്കളെയും. അതാണ് പ്രശ്നം. 12 ലക്ഷം രൂപയ്ക്ക് എസ്റ്റിമേറ്റ് ഇട്ട് തുടങ്ങിയ ചെറിയ ചിത്രമായിരുന്നു ചക്കിക്കൊത്ത ശങ്കരൻ. 35 വർഷം മുമ്പത്തെ കഥയാണിത്. ജയറാമും ഉർവശിയും തിലകനും ഗീതയും നെടുമുടിയും അടൂർഭാസിയും ഒക്കെയുള്ള സിനിമ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കഥയിൽ നിന്നും ഭദ്രൻ സംവിധാനം ചെയ്യുന്ന അയ്യർ ദ ഗ്രേറ്റ് ആണ് അടുത്ത സിനിമ. മമ്മൂട്ടിയാണ് നായകൻ എന്ന് പറയണ്ടല്ലോ. 50 ലക്ഷം രൂപയാണ്
അന്നത്തെ കാലത്ത് ആ സിനിമയ്ക്ക് ബജറ്റ് ഇട്ടത്. മനോഹരമായ തിരക്കഥ, ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ സിനിമ എത്രയും നന്നാകണമെന്ന് വാശി പിടിക്കുന്ന സംവിധായകനും എങ്ങനെ കുളമാക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന നിർമ്മാതാവും ആയാൽ സംഗതി എന്താവും എന്ന് ഞാൻ പറയണ്ടല്ലോ. ഈ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഭദ്രേട്ടൻ ചെയ്യില്ല. എങ്ങനെ ഷൂട്ടിംഗ് മുടക്കാമെന്ന് ചിന്തിക്കുന്ന നിർമ്മാതാവ്. അപ്പോൾ എന്താവും? കൂടെ നായകനായിട്ട് പുലിയായ മമ്മൂട്ടി. രതീഷ് സഹായം തേടി ആപൽ ബാന്ധവനായ ഗുഡ് നൈറ്റ് മോഹനെ തേടി ബോംബെ ചെന്നു. അപ്പോൾ അതുപോലെ അദ്ദേഹം ആപത് ബാന്ധവനല്ലേ, അല്ലെങ്കിൽ കൊതുക് ഇങ്ങനെ കോടികൾ വാരി കൂട്ടുകയല്ലേ, അദ്ദേഹം രതീഷിന് കൈ കൊടുത്തു. ഒപ്പം ഈ 2 ചിത്രങ്ങളും ഗുഡ് നൈറ്റിന് നഷ്ടം വരാതെ എങ്ങനെ പൂർത്തിയാക്കി തിയേറ്ററിൽ എത്തിക്കാമെന്നും അദ്ദേഹം ചിന്തിച്ചു. ബോംബെയിൽ നിന്നും ഗുഡ് നൈറ്റ് മോഹൻ മദ്രാസിലെത്തി. രതീഷിനെയും കൂട്ടി RB ചൗധരിയുടെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. 2 പടങ്ങൾക്കും കൂടി ചൗധരി ചിലവാക്കിയിരിക്കുന്നത് 27 ലക്ഷം രൂപയാണ്. ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് ഗുഡ് നൈറ്റ് മോഹന് മനസ്സിലായി. 27 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി അപ്പം തന്നെ ചൗധരിക്ക് കൊടുത്തു. ശരിക്കും RB ചൗധരി ഞെട്ടി. ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് കടം കൊടുത്തിട്ട് അത് മുടങ്ങി പലിശ കുന്നുപോലെ കൂടിയിട്ട് അത്രയും തുകയിൽ വല്ലതും കുറയ്ക്കണം എന്ന് പോലും പറയാതെ മുഴുവൻ തുകയും ലഭിക്കുന്ന ആദ്യത്തെ പടമാണ്. കാരണം ബാർഗെയിനിങ്ങിനൊന്നും ഗുഡ് നൈറ്റ് മോഹൻ നിൽക്കിയില്ല. അദ്ദേഹം 27 ലക്ഷം എനിക്ക് കിട്ടാണ്ടെന്ന് പറയുമ്പോൾ 27 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി കൊടുത്തു. കൊതുകുകൾ വാരിക്കൂട്ടി കൊടുക്കുകയല്ലേ ലക്ഷങ്ങൾ. അന്നു മുതൽ RB ചൗധരി ഗുഡ് നൈറ്റ് മോഹൻ്റെ നല്ലൊരു അനുയായിയായി മാറി. അക്കാലത്ത് RB ചൗധരി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന സിനിമകളൊക്കെ സൂപ്പർ ഫിലിംസ് എന്നായിരുന്നു ബാനർ. ഗുഡ് നൈറ്റ് മോഹനുമായി ചേർന്ന് സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന നിർമ്മാണ വിതരണ കമ്പനി രതീഷ് കാരണം നിലവിൽ വന്നു. ആദ്യ ചിത്രം വിക്രമൻ സംവിധാനം ചെയ്ത പുതുവസന്തം. തമിഴ്നാടൻ മുരളി, നമ്മുടെ മലയാളിയായ നായിക സിത്താര, ചാർലി, KS രവികുമാർ, വിനു ചക്രവർത്തി, വിജയകുമാർ മുതലായവർ അഭിനയിച്ച പുതുവസന്തം 1990 ഏപ്രിൽ 14 വിഷു റിലീസായി. പുതുവസന്തം തിയേറ്ററിലെത്തി. നല്ല വിജയവുമായി. രജനീകാന്ത് ചിത്രത്തെ പോലും കടത്തിവെട്ടി മുന്നേറിയ സിനിമയായി മാറി പുതുവസന്തം. ഒരൊറ്റ സിനിമ മാത്രമേ സൂപ്പർ ഗുഡിൽ നിന്നും പുറത്തു വന്നുള്ളൂ. ഗുഡ് നൈറ്റ് മോഹൻ അതിൽ നിന്ന് പിന്മാറി. അതിൽ പ്രവർത്തിച്ചപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കാണും ഇത് നമുക്ക് ശരിയാവില്ല. അത് കാരണം മറ്റേ ഒരു മാർവാടിയുടെ കൂടെ ബിസിനസ് ആരെങ്കിലും പോകുമോ. അദ്ദേഹം അതിൽ നിന്ന് സൂപ്പർ ഗുഡിൽ നിന്ന് പിന്മാറി. മാർവാടിയാണ് കൂടെ കൂട്ടിയത്. അതോർത്ത് കാണില്ല മോഹൻ സാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പിന്മാറി. കൃഷ്ണകുമാർ എന്ന നവാഗതൻ സംവിധാനം ചെയ്ത ചക്കിക്കൊത്ത ശങ്കരൻ ആദ്യം റിലീസായി. ചെറിയ സിനിമയല്ലേ, തരക്കേടില്ലാതെ ഓടുകയും ചെയ്തു. അയ്യർ ദ ഗ്രേറ്റ് ചിത്രീകരിക്കും, മുടങ്ങും, പിന്നെയും ചിത്രീകരിക്കും, ചിലത് റീഷൂട്ട് ചെയ്യും. അങ്ങനെ നീണ്ടു പോയി. നിർദോഷമായ പുളുവടിക്കുന്ന കഥാപാത്രമാണ് രതീഷ് എന്നാണ് അനുഭവസ്ഥർ എല്ലാവരും പറയുന്നത്. ഭദ്രനെ പറ്റി ഗുഡ് നൈറ്റ് മോഹനോട് രതീഷ് ഒരിക്കൽ പറഞ്ഞത്, മോഹനേട്ടാ, ഈ ഭദ്രനെ ജീവിച്ചിരിക്കുന്ന ഒരു കുരിശ് ജീവിതമാണ്. ഭയങ്കര മതവിശ്വാസിയാണ്. എടുക്കുന്ന സിനിമകളിലൊക്കെ കുരിശും പള്ളിയുമൊക്കെ ഒരു സീനിലെങ്കിലും അയാൾക്ക് കയറ്റണം. അതാണ് അയാളുടെ ഒരു സ്വഭാവം. ഇപ്പം തന്നെ നമ്മൾ എടുക്കുന്ന സിനിമ ഒരു അയ്യരുടെ കഥയാണ് അല്ലേ. അതിൽ മദ്രാസിലെ സെൻറ്റ് തോമസ് ചർച്ചിൽ നായികയായ ശോഭന പോയി പ്രാർത്ഥിക്കുന്ന ഒരു സീൻ എടുക്കണമെന്ന് ഭദ്രൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നു. അപ്പോൾ നല്ല തിരക്കേറിയ റോഡിൽ നല്ല പ്രതിഫലം കൊടുത്താൽ മാത്രം, നല്ല ശുപാർശ ഉണ്ടെങ്കിൽ മാത്രം ചിത്രീകരിക്കാൻ കിട്ടുന്ന പള്ളിയാണ് ഈ സെൻറ്റ് തോമസ് ചർച്ച്. അവിടെ ഒരു സീന് ശോഭന പ്രാർത്ഥിക്കുന്നു. ഈ പടത്തിന് ആവശ്യമില്ല, ഒരു അയ്യരുടെ കഥ പറയുന്നതിൽ പള്ളി എന്തിന്. പക്ഷെ അയാൾ വാശി പിടിക്കുന്ന ചേട്ടാ. അതിന് മാത്രം പള്ളിക്ക് 10,000 രൂപ കൊടുക്കണം. പിന്നെ ഷൂട്ട് ചെയ്യണം, അതിൻ്റെ ചിലവ് വേറെ. ചത്താലും സമ്മതിക്കരുത് കേട്ടോ മോനേട്ടാ. ഈ പള്ളി ഷൂട്ട് ചെയ്യണമെന്ന് അയാൾ എത്ര വാശി പിടിച്ചാലും ചേട്ടൻ സമ്മതിക്കരുത്. വളരെ കൂളായിട്ട് ഗുഡ് നൈറ്റ് മോഹൻ ചോദിച്ചു, രതീഷേ, നിങ്ങളല്ലേ നിർമ്മാതാവ്, നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്നതല്ലേ ഭംഗി, അതല്ലേ അതിൻ്റെതായ ഒരു ശരി.
ഞാനെന്തിന് ഇതിൽ ഇടപെടണം എന്ന് ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ് സന്തോഷവാനായി രതീഷ് ഗുഡ് നൈറ്റ് മോഹനെ തേടി വന്നു. മോഹനേട്ടാ, ഞാൻ പറഞ്ഞ ആ പള്ളി പ്രശ്നമില്ലേ, അത് കൂളായിട്ട് ഞാൻ സെറ്റിൽ ചെയ്തു. അപ്പോൾ മോഹൻ അതിശയമായി. എങ്ങനെ? ഭദ്ര, വിളിച്ചാൽ വിളി കേൾക്കുന്ന പള്ളിയല്ലേ സെൻറ് തോമസ് ചർച്ച് എന്ന് രതീഷ് ഭദ്രനോട് ചോദിച്ചു. ഭദ്ര പറഞ്ഞു, പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള പള്ളിയാണ്. അവിടെ പോയി ശോഭന പ്രാർത്ഥിച്ചിട്ട് അയ്യർ രക്ഷപ്പെടുന്നില്ലല്ലോ ഈ സിനിമയിൽ. ഇല്ല, അത് പള്ളിക്ക് ക്ഷീണമാകില്ലേ ഭദ്ര? ആ പള്ളിക്ക് വലിയ ക്ഷീണമാകാനാണ് സാധ്യത. ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഭദ്രൻ രതീഷ് ഇങ്ങനെ പറയുമെന്ന്. അതായത് അയ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി പോയി ശോഭന പ്രാർത്ഥിച്ചിട്ടും അത് ഫലിച്ചില്ല. അപ്പോൾ ഈ സെൻറ് തോമസ് പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നല്ലേ വരൂ എന്നാണ് രതീഷ് ചോദിക്കുന്നത്. ആ ആണി ഭദ്രൻ്റെ തലയിൽ നന്നായിട്ട് തറഞ്ഞു എന്നാണ് ഗുഡ് നൈറ്റ് മോഹനേട്ടനോട് രതീഷ് പറഞ്ഞത്. എന്നിട്ട് ഒരു പൊട്ടി ചിരിച്ചു. എന്ന് ചിരിച്ചിട്ട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അവിടെ സീൻ ഒഴിവാക്കി. ഗുഡ് നൈറ്റ് പറയുന്നത്, രതീഷിൻ്റെ ബുദ്ധിയിൽ വന്ന കഥ കേട്ടപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാനായില്ല എന്നാണ്. ഗുഡ് നൈറ്റ് പറയുന്നത്, ഭദ്രൻ നല്ല ഫിലിം മേക്കറാണ്, പക്ഷേ ഒരിക്കലും അയാൾക്ക് ഷൂട്ട് ചെയ്ത് മതിവരേയില്ല. അതാണ് വിഷമം. 1 വർഷത്തിലധികം അയ്യരുടെ ചിത്രീകരണം വച്ച് നീട്ടി. ഷൂട്ടിങ് അവസാനിപ്പിച്ചപ്പോൾ മറ്റൊരു പ്രശ്നം പൊന്തി വന്നു. ഷൂട്ട് ചെയ്ത റഷസ് ഡെവലപ്പ് ചെയ്ത് സ്ക്രീനിലിട്ട് കണ്ടപ്പോൾ അയ്യരുടെ നെഞ്ചത്ത് വെടികൊള്ളുന്ന രംഗത്ത് ചോരയുടെ നിറം മാറിപ്പോയി. ചുവപ്പല്ല, റോസോ അങ്ങനെ എന്തോ ആയിപ്പോയി. ആ രംഗം വീണ്ടും റീഷൂട്ട് ചെയ്യണം എന്ന് ഭദ്രൻ വാശി പിടിച്ചു. മമ്മൂട്ടിയാണല്ലോ അയ്യറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആർക്കും മമ്മൂട്ടിയോട് ഇക്കാര്യം പറയാൻ വയ്യ. മര്യാദ കേടായതുകൊണ്ട് ഗുഡ് നൈറ്റും പറഞ്ഞു, ഗുഡ് നൈറ്റ് മോഹനും പറഞ്ഞു, ഗുഡ് നൈറ്റ് ഞാനിനി ഇതിലിടപെടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഭദ്രേട്ടനിലെ കക്ഷി വിട്ടുവീഴ്ച പ്രതീക്ഷിക്കണ്ടല്ലോ. മറ്റൊരു പോംവഴിയും കാണാതെ അവസാനം ഗുഡ് നൈറ്റ് മോഹൻ നേരിട്ട് ചെന്ന് മമ്മൂട്ടിയോട് കാര്യം അവതരിപ്പിച്ചു. നീണ്ട 1 വർഷക്കാലത്തിലധികമായി ഈ സിനിമയ്ക്ക് വേണ്ടി സഹിക്കുന്നതല്ലേ മമ്മൂട്ടി, ഈ ഒരു സീനും കൂടി റീഷൂട്ട് ചെയ്യാൻ സമ്മതിക്കണമെന്ന് ഗുഡ് നൈറ്റ് മോഹൻ സ്നേഹപൂർവ്വം പറഞ്ഞു. എന്തോ സ്വയം മുറുമുറുത്തുകൊണ്ട് മമ്മൂട്ടി സമ്മതിച്ചു. ശരി, ഞാൻ വരാം എന്ന് സമ്മതിച്ചു. ഞാൻ 2 മണിക്കൂർ വരും, അതിനിടയിൽ തീർത്തോളണം. സമ്മതം. രാത്രി 9 മണിക്ക് മമ്മൂട്ടി സ്റ്റുഡിയോയിലെത്തും. 11 തിരിച്ചു വിടണം, കാരണം 11 മണിക്ക് എന്നിട്ട് വേറെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട്. പിന്നെ ഞാൻ സെറ്റിൽ വരുമ്പോൾ മോഹൻ സെറ്റിലുണ്ടാകണം. അവനെനിക്ക് വിശ്വാസമില്ല. ആരെ? രതീഷിൻ്റെ. സമ്മതം, ഞാനുണ്ടാവും എന്ന് പറഞ്ഞു. ആ ദിവസം എത്തി. ഗുഡ് നൈറ്റ് മോഹൻ തന്നെ സ്വന്തം കാറുമായി ചെന്ന് കൃത്യം 9 മണിക്ക് തന്നെ മമ്മൂട്ടിയെ പിക്ക് ചെയ്ത് സ്റ്റുഡിയോയിലെത്തി. സ്റ്റുഡിയോയിലെത്തുമ്പോൾ അവിടെ ആളും അനക്കവും ഒന്നുമില്ല, യൂണിറ്റ് പോലും എത്തിയിട്ടില്ല, നിർമ്മാതാവായ രതീഷും ഇല്ല. എല്ലാ വികാരവും അടക്കി മമ്മൂട്ടി ചോദിച്ചു, സാറേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് 11 മണിയായപ്പോൾ എന്താ പറയുക, ഗുഡ് നൈറ്റ് മോഹനൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇത് കുളവാക്കുമെന്ന്. എനിക്കാണെങ്കിൽ 11 മണിക്കും വേറൊരു സെറ്റിൽ എത്തിയും വേണം. ഗുഡ് നൈറ്റ് മോഹനൊന്നും മിണ്ടിയില്ല. 11 മണിയായപ്പോൾ യൂണിറ്റ് എത്തി. ഇത് കഴിഞ്ഞ് രാത്രി വേറെ ഷൂട്ടിങ്ങുള്ള ആളാണ് മമ്മൂട്ടി. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം ഒരക്ഷരം പ്രതികരിച്ചില്ല. എനിക്ക് തോന്നുന്നു മാന്യനായ ഗുഡ് നൈറ്റ് മോഹനെ ഓർത്തായിരിക്കും അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, എല്ലാത്തിനും സഹകരിച്ചു. ആ റീഷൂട്ട് 2 മണിക്കൂർ അനുവദിച്ച ആ റീഷൂട്ട് രാത്രി 2 മണി വരെ ചിത്രീകരിച്ചു ഭദ്രേട്ടൻ. ആരായാലും സഹിക്കില്ല എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. പക്ഷേ മമ്മൂട്ടി സഹിച്ചു. മുൻശുണ്ടി ഉണ്ടെങ്കിലും ഹൃദയം കൊണ്ട് നല്ലവനാണ് മമ്മൂട്ടി എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ സാറിൻ്റെ അഭിപ്രായം. അയ്യർ ദ ഗ്രേറ്റ് അപ്പോഴേക്കും 50 ലക്ഷം രൂപ ചെലവിട്ടിരുന്നു. അത്രയും കോസ്റ്റ് കൂടിയ കാരണം ലാഭം കുറഞ്ഞു എങ്കിലും അയ്യർ രക്ഷപ്പെട്ടു. 1980കളിൽ ഏറ്റവും വലിയ തുക ചെലവഴിച്ച് നിർമ്മിച്ച സിനിമയായിരുന്നു അയ്യർ ദ ഗ്രേറ്റ്. കൂടാതെ വിഷ്വൽ എഫക്റ്റും ഗ്രാഫിക്സും ആദ്യമായി ഉപയോഗിച്ച മലയാള ചിത്രം കൂടിയായിരുന്നു അയ്യർ ദ ഗ്രേറ്റ്. എന്തായാലും നനഞ്ഞു.
ഇനി കുളിച്ച് കയറാം എന്ന് പറഞ്ഞ കണക്ക് ഗുഡ് നൈറ്റ് ഒരു തീരുമാനമെടുത്തു. കുറച്ച് നല്ല സിനിമകൾ എടുക്കുക. ജെ.സി. സാറിൻ്റെ സഹസംവിധായകനായിരുന്ന AR രാജനെ സിനിമാ നിർമ്മാണത്തിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചു. അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഒരു ഡയറക്ടറാവാൻ പറ്റിയ ആളല്ല. ഡയറക്ഷന് ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ എന്തോ ചോദിക്കാനാണ് ചെന്നത്. അപ്പം ഈ വലിയ കരയുള്ള മുണ്ടോ കൊടുത്ത് വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് കട്ടി വീശിയൊക്കെ വെച്ച് ചെന്ന് വാചകം അടിച്ചപ്പോൾ ഇയാൾക്ക് സിനിമ സംവിധാനം ചെയ്യാൻ പറ്റില്ല, പക്ഷേ സിനിമ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഗുഡ് നൈറ്റ് മോഹൻ തോന്നി. അങ്ങനെ AR രാജനായി ഗുഡ് നൈറ്റിൻ്റെ സിനിമാ നിർമ്മാണത്തിൻ്റെ ചുമതല. എനിക്ക് പലപ്പോഴും തോന്നിയത് ഗുഡ് നൈറ്റിൻ്റെ നിർമ്മാണ ചുമതല AR രാജനെ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഗുഡ് നൈറ്റ് സിനിമാ നിർമ്മാണ വിതരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നേനെ എന്നാണ്. AR രാജ നിമിത്തമാണ് സിനിമാ നിർമ്മാണം നിർത്തിയതെന്നാണ് എൻ്റെ വിശ്വാസം. 1991 പ്രിയദർശനെയും മോഹൻലാലിനെയും വെച്ച് ഒരു സിനിമ എന്ന ചിന്ത ഗുഡ് നൈറ്റിനുണ്ടായി. അതായിരുന്നു പണം വാരി സിനിമയായി മാറിയ കിലുക്കം. എഴുതി തയ്യാറാക്കിയ തിരക്കഥയൊന്നുമില്ലാതെ രസകരമായ സീനുകളിലൂടെ മുന്നേറുന്ന കഥയായിരുന്നു കിലുക്കം. സിനിമ ഡ്രൈവ് ചെയ്യുന്നത് സംവിധായകനാണെന്നും മികച്ച താരങ്ങളെ സിനിമയിൽ സന്നിവേശിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നും അസാധാരണമായി തെളിയിച്ച ഒരു കോമഡി ചിത്രമായിരുന്നു കിലുക്കം എന്നാണ് മോഹൻ സാർ പറയുന്നത്. പ്രിയദർശൻ്റെ മനസ്സിലാണ് സിനിമ. ചിത്രീകരിക്കാനുള്ള സീനുകൾ അപ്പപ്പോൾ പ്രിയൻ എഴുതിയുണ്ടാക്കുന്ന രീതിയാണ്. ഗുഡ് നൈറ്റിൻ്റെ ചലച്ചിത്ര നിർമ്മാണ പരമ്പരയിലെ ആദ്യത്തെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു കിലുക്കം. 1991 വരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും കിലുക്കം ഭേദിച്ചു. അക്കാലത്ത് 1991 ആദ്യ റൗണ്ടിൽ തന്നെ 5 കോടി രൂപയായിരുന്നു കിലുക്കത്തിൻ്റെ കളക്ഷൻ. കിലുക്കം തെലുങ്കിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്തു. ആ റീമേക്ക് ചെയ്തതിൻ്റെ രസകരമായ കഥ ഈ പറയുന്ന കഥയിലെ അവസാനം പറയാം. കിലുക്കത്തിൻ്റെ അഭൂതപൂർവമായ വിജയത്തിനുമപ്പുറം ഗുഡ് നൈറ്റ് മോഹനെ രസിപ്പിച്ചത് ആ സിനിമാ നിർമ്മിതിയുടെ വേഗതയാണ്. 30 ദിവസം കൊണ്ട് ഊട്ടിയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയായിരുന്നു കിലുക്കം. എല്ലാവിധ അഡ്ജസ്റ്റ്മെൻറ്റിനും വഴങ്ങുന്ന പ്രകൃതമാണ് പ്രിയദർശൻ്റേത് എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പ്രിയദർശനെ വിലയിരുത്തുന്നത്. കഴിവതും നിർമ്മാതാവിനെ കുത്തുവാളയടിപ്പിക്കാത്ത എല്ലാത്തിലും ശ്രദ്ധിക്കുന്ന സംവിധായകനായിരുന്നു പ്രിയദർശൻ. ഭയങ്കര കോമഡികൾ സിനിമയിൽ എടുക്കുമെങ്കിലും വ്യക്തി എന്ന നിലയിൽ ശകലവും കോമഡി ജീവിതത്തിൽ ഇല്ലാത്തയാളാണ് പ്രിയൻ എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ പറയുന്നത്. മറ്റൊന്നുള്ളത്, അവനവനെ വിട്ടൊരു കളി പ്രിയദർശൻ ഇല്ല എന്നാണ് പറഞ്ഞത്. സെൽഫിഷാണ് എന്ന് പറയുന്നില്ല, അവനവനെ വിട്ടുള്ളൊരു കളി ഇല്ല എന്നാണ് പറയുന്നത്. സിനിമ മാത്രമായിരുന്നു പ്രിയദർശൻ. അതിൻ്റെ ഓങ്കാരവും അഹങ്കാരവും ഒക്കെ ഉള്ളയാൾ. സിനിമയിൽ വരുന്ന ടെക്നോളജി, മാറി മാറി വരുന്ന ടെക്നോളജികൾ, മാറ്റങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. സ്വയം അതുവഴി നവീകരിക്കുകയും ചെയ്യുന്നതിൽ പ്രിയൻ എന്നും വ്യാപൃതനായിരുന്നുവെന്നും കിലുക്കം ഗുഡ് നൈറ്റ് ഫിലിംസിൻ്റെ പേര് മലയാള സിനിമയിൽ അരക്കിട്ടുറപ്പിച്ചുവെന്നും മോഹൻ സാർ പറയുന്നു. ഒരു കോർപ്പറേറ്റ് മുതലാളി മാത്രമായിരുന്ന R മോഹൻ എന്ന കല്യാണരാമനെ ഗുഡ് നൈറ്റ് മോഹനായി മാറ്റിയത് ഗുഡ് നൈറ്റ് ഫിലിംസും പിറകെ വന്ന ഷോഗൻ ഫിലിംസുമായിരുന്നു. R മോഹൻ അറിയാതെ തന്നെ ഗുഡ് നൈറ്റ് മോഹനായി മാറുകയായിരുന്നു ഇന്ത്യയിൽ. അത് സിനിമ എന്ന മീഡിയത്തിൻ്റെ ശക്തിയാണ്. കോടികൾ പരസ്യ വാരിക്കോരി ചെലവിട്ടാലും കിട്ടാത്തത്ര പ്രശസ്തിയാണ് ഈ രാജ്യത്ത് സിനിമാ നിർമ്മാണ കമ്പനിയായ ഗുഡ് നൈറ്റിലൂടെ അദ്ദേഹത്തിന് നേടിയെടുക്കാനായത്. സ്വയം കണ്ടെത്തിയ ജീവിതപാതയിൽ ഒരു ബിസിനസ് സാമ്രാജ്യം തെറ്റില്ലാത്ത വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞ ഗുഡ് നൈറ്റ് മോഹന് സിനിമയെ ഒരു ബിസിനസ്സായി കാണാനും അതിൻ്റെ ചുഴികളും തിരമാലകളും അതിൻ്റെ എന്താ പറയുക എല്ലാ തരികിട പരിപാടികളും പഠിക്കാനായില്ല എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കും. എന്നാൽ സിനിമ എന്ന മാധ്യമത്തിൻ്റെ അത്ഭുത ശക്തി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഗുഡ് നൈറ്റ് എന്ന ബ്രാൻഡിനെയും പൊതുജന മധ്യത്ത് സർവ്വസമ്മതനാക്കാൻ അദ്ദേഹത്തിന് സിനിമയിലൂടെ കഴിഞ്ഞു. ഇത്രയും നേരം ഗുഡ് നൈറ്റിനെ പറ്റിയും R മോഹനെ പറ്റിയും അദ്ദേഹം സിനിമയിലെത്തിയ സാഹചര്യത്തെപ്പറ്റിയും അയ്യറ കയറ്റും ചക്കിക്കൊത്ത ചങ്കരനും മുതൽ കിലുക്കം വരെയും പറയേണ്ടി വന്നത് മറ്റൊരു കാരണം കൊണ്ടാണ്. അതിലേക്ക് വരാനാണ് ഞാൻ ഇത്രയും ആമുഖമായി ഈ കഥകൾ പറഞ്ഞത്. നമ്മുടെ ചാനലിലെ പല കഥകളും പറയുമ്പോൾ ആ ആമുഖമായി പറയേണ്ടി വരാറുണ്ട് പലതും.
മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഗുഡ് നൈറ്റ് മോഹൻ്റെ മോഹനം എന്ന പുസ്തകം യാദൃച്ഛ്യമായി മാതൃഭൂമിയുടെ തിരുവനന്തപുരത്തെ ഔട്ട്ലെറ്റിൽ കാണുകയും 350 രൂപ വിലയുണ്ടായിട്ട് ഞാനത് വാങ്ങി വായിക്കുകയും ചെയ്തു. രസകരമാണ് മോഹനം എന്നുള്ള പുസ്തകം. നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ഈ പുസ്തകത്തെ പറ്റി ഞാനൊരു എപ്പിസോഡ് ചെയ്തു. അത് കാണാനിടയായ ഗുഡ് നൈറ്റ് മോഹൻ സാർ എന്നെ വിളിച്ച് സന്തോഷം പങ്കിട്ടു. അന്നു മുതൽ മോഹൻ സാർ എൻ്റെ പ്രിയപ്പെട്ട എന്താ പറയുക, നമ്മുടെ ചാനൽ പ്രേമിയാണ്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. നമ്മൾ ആരൊക്കെങ്കിലും സാമ്പത്തികമായി സഹായം ചെയ്യണമെന്നുള്ള വാർത്ത കൊടുക്കുകയാണെങ്കിൽ ദിനേശ് ഞാൻ എത്ര ചെയ്യണം എന്ന് ചോദിക്കുന്ന വലിയ മനസ്സിൻ്റെ ഉടമയാണ്. പ്രിയദർശനെ പറ്റി അടുത്തിടെ നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ. അതിൽ ചെന്നൈയിലെ പ്രശസ്തമായ പ്രിവ്യൂ തിയേറ്റർ വാങ്ങിയതും വീട് വെച്ചതും ഒക്കെ പറഞ്ഞിരുന്നു. നടൻ വിജയകുമാറിൻ്റെ ഗുഡ് ലക്ക് പ്രിവ്യൂ തിയേറ്ററാണ് പ്രിയൻ വാങ്ങിയത് എന്നൊക്കെയാണ് ഞാനതിൽ പറഞ്ഞത്. അതിൽ ചില്ലറ പിശകുകൾ വന്നിരുന്നു. സത്യത്തിൽ അതെനിക്ക് പറ്റിയ തെറ്റല്ല, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന ആൾക്ക് പറ്റിയ തെറ്റാണ്. അദ്ദേഹം അത് പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് കാര്യം എന്താ, എനിക്ക് പറ്റിയ തെറ്റല്ല, എനിക്ക് പറഞ്ഞു തന്ന ആൾ പറഞ്ഞ പേര് തെറ്റിപ്പോയതാണ്. ഈ പ്രോഗ്രാം കണ്ട ഗുഡ് നൈറ്റ് മോഹൻ സാർ എന്നെ വിളിച്ചു. അദ്ദേഹം എറണാകുളത്ത് വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ എന്നെ വിളിച്ചു. അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം നേരെ ലിസിയെ വിളിച്ച് സംസാരിച്ചു. ലിസി ഇങ്ങനെ പ്രിയനെ കുറിച്ചൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, അതിൽ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ തിയേറ്റർ നിങ്ങൾ വാങ്ങിയതും നിങ്ങൾ വീട് വെച്ചതിൻ്റെയൊക്കെ കാര്യങ്ങൾ ദിനേശ് പറയുന്നുണ്ട്, അതിൽ കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ലിസി അത് കുറേ കാര്യങ്ങൾ മോഹൻ സാർ പറഞ്ഞത് ഈ പണം വന്ന് കയറുമ്പോൾ പലതും മറന്നു പോകുമല്ലോ, സാറിന് തെറ്റിയതാണെന്ന് ലിസി തിരുത്തി കൊടുത്തു. അപ്പോൾ മോഹൻ സാറിന് പറ്റിയ ചില തോന്നലുകൾ ലിസി തിരുത്തി. എന്നാൽ വേറെ വല്ലതും ആണെങ്കിലേ അത് ഇനി ദിനേശനെ വിളിച്ച് പറയേണ്ടെന്ന് വിചാരിക്കും. വീണ്ടും മോഹൻ സാർ എന്നെ വിളിച്ച് തിരുത്തി. രസകരമാണ് ആ കാര്യങ്ങൾ. ഗുഡ് നൈറ്റ് ഈ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ തിയേറ്റർ നടൻ വിജയകുമാറിൻ്റെ അല്ല, പ്രശസ്ത നിർമ്മാതാവും മണിരത്നത്തിൻ്റെ ജ്യേഷ്ഠനുമായ ജീവിയുടെ ആയിരുന്നു. ജീവിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അഞ്ജലി പോലുള്ള വലിയ സിനിമകൾ, നായകൻ പോലുള്ള സിനിമകൾ എടുത്ത നിർമ്മാതാവായിരുന്നു. ഒരുപാട് കോടികൾ മുടക്കി സിനിമ എടുക്കുകയും ഒരു കോർപ്പറേറ്റ് കമ്പനിയായി സിനിമാ നിർമ്മാണ കമ്പനിയെ വളർത്തുകയും എവിടെയോ വെച്ച് അദ്ദേഹത്തിന് താളം തെറ്റുകയും തീർക്കാൻ പറ്റാത്തത്ര കടത്തിലേക്ക് പോവുകയും മാനിയായതുകൊണ്ട് ഭാര്യയും കുട്ടികളെയും കൊണ്ട് ഊട്ടിയിലോ എവിടെയോ ടൂർ പോയിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് മദ്രാസിൽ പോകണം, നിങ്ങൾ ഇവിടെ നിന്ന് പ്രകൃതിയൊക്കെ കണ്ട് നിൽക്കുക, ഞാൻ വന്ന് വിളിച്ചോളാം എന്നുകൊണ്ട് പുള്ളി ഭാര്യയും മക്കളെയും ഊട്ടിയിലാക്കിയിട്ട് അദ്ദേഹം തിരിച്ച് മദ്രാസിൽ പോയിട്ട് വീട്ടിൽ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. എനിക്ക് അക്കാലത്ത് ഒരുപാട് സങ്കടം തോന്നി. അത്രയും മാന്യനായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു ഈ ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ പ്രിവ്യൂ തിയേറ്റർ. നിൽക്കക്കളിയില്ലാതെ വന്നപ്പോൾ ഗുഡ് ലക്ക് വിൽക്കാൻ തീരുമാനിച്ചു. ആദ്യം ഈ തിയേറ്റർ വേണോ എന്ന് ചോദിച്ചത് ഗുഡ് നൈറ്റ് മോഹനോടാണ്. തിയേറ്റർ വാങ്ങുന്നോ എന്ന് തിരക്കി. വാങ്ങിയാൽ ഗുലുമാലാകും എന്ന് അന്ന് ചെന്നൈയിലെ ഗുഡ് നൈറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അഡ്വൈസർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഗുഡ് നൈറ്റ് മോഹൻ ഗുഡ് ലക്ക് തിയേറ്റർ വാങ്ങാത്തത്. 75 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ തിയേറ്റർ നൽകാമെന്നാണ് ജീവി ഗുഡ് നൈറ്റിനോട് ബോംബെയിലെ ഓഫീസിൽ ചെന്ന് പറഞ്ഞത്. ഇന്ന് അതിന് ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞത് 50 കോടി രൂപ മതിപ്പ് വില വരുമെന്ന് പറയുന്നു. 75 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. കിലുക്കം ഫസ്റ്റ് കോപ്പി കണ്ടിട്ട് പ്രിയനുമായി ഗുഡ് നൈറ്റ് മോഹൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു. എങ്ങനെയുണ്ട് പടം എന്ന് പ്രിയൻ തിരക്കി. മോഹനേട്ടാ, നമ്മളെ പടം കിലുക്കം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഇതിലെന്ത് സിനിമയാ പ്രിയ, ഒരു കഥ വേണ്ടേ? സിനിമയാകുമ്പോൾ ഒരു കഥ വേണ്ടേ? ഇതിലത്രയും തമാശകൾ മാത്രമല്ലേ ഉള്ളൂ. പടം ചിലപ്പോൾ ഓടുമായിരിക്കും, പക്ഷേ വലിയൊരു സംഭവമൊന്നുമല്ല. ഇതായിരുന്നു ഗുഡ് നൈറ്റ് മോഹൻ്റെ മറുപടി. പടം കണ്ടിട്ട് നിർമ്മാതാവ് സംവിധായകനോട് പറഞ്ഞതാണ്. പൈസ കിട്ടുമായിരിക്കും, എൻ്റെ മുടക്കിയ പൈസ കിട്ടുമായിരിക്കും, പക്ഷേ ഇതാണോ സിനിമ? ഇങ്ങനെ കോമഡി മാത്രം എടുത്തു വയ്ക്കുന്നതാണോ സിനിമ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബുദ്ധിമാനായ പ്രിയൻ ഒരു ചോദ്യം ചോദിച്ചു. ചേട്ടാ, ഒരു കാര്യം ചെയ്യോ? എന്താ പ്രിയ? 1 കോടിക്ക് മുകളിൽ കിലുക്കത്തിന് കളക്ഷൻ വന്നാൽ മറ്റ് ഭാഷകളിലേക്കുള്ള റൈറ്റ് എനിക്ക് എഴുതി തരുമോ? കാരണം 1 കോടിക്കൊന്നും പോകില്ല എന്നാണ് ഗുഡ് നൈറ്റ് മോഹൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയ പറയണം 1 കോടിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ തമിഴും ഹിന്ദിയും തെലുങ്കും ഒക്കെ വിൽക്കാനുള്ള റൈറ്റ്, അതിൻ്റെ സ്റ്റോറി റൈറ്റ് എനിക്ക് എഴുതി തരുമോ എന്ന് ചോദിച്ചു. കിലുക്കത്തിൽ പ്രിയദർശൻ എന്ന് പറഞ്ഞ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത്, തിരക്കഥ വേണുനാഗവള്ളി,
കഥ പ്രിയൻ്റെ ആണ്. അപ്പോൾ കഥ എഴുതി സംവിധാനം ചെയ്ത പ്രിയദർശൻ്റെ ശമ്പളം 50,000 രൂപയായിരുന്നു. നായകനായ മോഹൻലാലിന് 75,000 രൂപയായിരുന്നു ശമ്പളം. ഇസബെല്ല പൊട്ടി, പൂരം പൊട്ടി, അയ്യർ ഗ്രേറ്റ് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ചിലവായത് തട്ടിമുട്ടി കിട്ടി. 60 ലക്ഷം രൂപ ചിലവിട്ടെടുത്ത സിനിമയാണ് കിലുക്കം. 1 കോടിയൊന്നും എത്താൻ ഒരു ഇടയുമില്ല. അക്കാലത്ത് ഹിന്ദി പടങ്ങളുടെ കോസ്റ്റാണ് കിലുക്കത്തിനായത്. 5 കോടി രൂപ അന്ന് കിലുക്കം നേടി. 1 കോടി എത്തില്ല എന്ന് പറഞ്ഞതാണ്. 5 കോടി രൂപ കിലുക്കം നേടി. 1 കോടിക്ക് പകരം 5 കോടി. വാക്ക് പറഞ്ഞാൽ അതിൽ നിന്നും പിന്മാറാത്ത ആളാണ് ഗുഡ് നൈറ്റ് മോഹൻ. പ്രിയന് മറ്റ് ഭാഷകളുടെ റൈറ്റുകൾ എഴുതി കൊടുത്തു. തെലുങ്ക്, തമിഴ് റൈറ്റിൽ നിന്ന് മാത്രം പ്രിയന് 8 ലക്ഷം രൂപ കിട്ടി. 50,000 രൂപ പ്രതിഫലം സംവിധാനത്തിന് വാങ്ങിച്ച ആളിന് 8 ലക്ഷം രൂപയുടെ റൈറ്റ് വിറ്റെടുക്കാൻ പറ്റി. ആ 8 ലക്ഷം കൊണ്ടാണ് പ്രിയദർശൻ വീട് വാങ്ങിയത്. പക്ഷേ ഗുഡ് ലക്ക് വാങ്ങാൻ അഡ്വാൻസ് കൊടുക്കാൻ പലിശയൊന്നും വാങ്ങാതെ 25 ലക്ഷം രൂപ എടുത്തു കൊടുത്തതും ഗുഡ് നൈറ്റ് മോഹനായിരുന്നു. ഗുൽഷൻ കുമാർ ഹിന്ദി സിനിമ എടുക്കാൻ കൊടുത്ത തുക നൽകിയാണ് ഗുഡ് ലക്ക് വാങ്ങിയത്. ഗുഡ് നൈറ്റ് മോഹൻ എന്ന ശതകോടീശ്വരനായ മലയാളി അറിഞ്ഞും അറിയാതെയും AR രാജൻ എത്ര കോടിയാണ് ആർക്കെല്ലാം അഡ്വാൻസായി കൊടുത്ത് പാഴാക്കി കളഞ്ഞത് എന്നതിന് ഇനി പ്രസക്തിയില്ല. കാരണം AR രാജൻ മരിച്ചുപോയി. ഗുഡ് നൈറ്റ് സിനിമാ നിർമ്മാണം നിർത്തി ചെയ്തു. എനിക്കറിയാം, ഒരുപാട് സംവിധായകരുടെ പേരുകൾ എനിക്കറിയാം, ലക്ഷങ്ങൾ അഡ്വാൻസ് കൊടുത്തത്. പക്ഷെ ഒരു പ്രോജക്റ്റ് നടന്നില്ല. ഇപ്പോൾ ഗുഡ് നൈറ്റ് മോഹൻ സാർ പേരക്കുട്ടികളോടൊപ്പം കളിച്ചും ഓർഗാനിക് കൃഷി നടത്തി വിഷരഹിത പച്ചക്കറികളും അരിയുമൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ബോംബെയിൽ കഴിയുന്നു. സ്വന്തം ബിസിനസ്സിൽ റിട്ടയർമെൻ്റ് എടുത്ത് ബോംബെയിൽ തനി മലയാളിയായി അദ്ദേഹം ജീവിക്കുന്നു. ഇപ്പം മകനാണ് ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത്. മോഹൻ സാറിൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന സിനിമാ കഥകൾ ഫ്രീ ആയിരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരണം എന്നാണ് ഞാൻ അവസാനമായി വിളിച്ചപ്പോൾ മോഹൻ സാറിനോട് പറഞ്ഞത്. ദിനേശേ, സിനിമയിലെ രസകരമായ കളവുകളുടെ കഥ തന്നെ ഒരു പുസ്തകം എഴുതാനുള്ള അത്രയ്ക്കും ഉണ്ട് എന്നായിരുന്നു മോഹൻ സാറിൻ്റെ മറുപടി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എന്നാൽ സിനിമയിലെ സാറ് നേരിട്ട് കണ്ട കള്ളങ്ങളെ കുറിച്ചൊരു പുസ്തകം എഴുതണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സാർ ഒരൊറ്റ ചിരിയിരിച്ചു. എനിക്ക് ഓർമ്മ വരുമ്പോൾ കൊച്ചു കഥകൾ ഓർമ്മ വരുമ്പോൾ ഞാൻ ദിനേശിനെ വിളിച്ച് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആലോചിച്ചുകൂടി, ശതകോടീശ്വരനായ സഹസ്രകോടീശ്വരനായ ഒരു മനുഷ്യൻ എന്നെപ്പോലെ ഒരാളിനോട് എത്ര വിശാലമായെന്നറിയോ സംസാരിക്കുന്നത്. അപ്പോൾ കിലുക്കത്തെ പറ്റിയും ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ പ്രിവ്യൂ തിയേറ്റർ 4 ഫ്രെയിംസായി മാറി പ്രിയൻ സ്വന്തമാക്കിയതും വീട് വെച്ചതും എല്ലാ കഥയും ചേർത്ത് പറഞ്ഞ ഈ കഥ, ഇതിൽ അവസാനം പറഞ്ഞ കഥ പറയാൻ വേണ്ടിയാണ് ആദ്യത്തെ ഗുഡ് നൈറ്റിൻ്റെ വരവിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു വലിയ നഷ്ടമായിപ്പോയി മോഹൻ സാർ സിനിമാ നിർമ്മാണം നിർത്തിയത്. അല്ലെങ്കിൽ വർഷത്തിൽ 5 പടം ഗുഡ് നൈറ്റ് എടുത്താൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര പടം മലയാളത്തിലുണ്ടായേനെ. നശിപ്പിച്ചു സിനിമാക്കാരെല്ലാം കൂടി എന്ന് പറയുന്നതായിരിക്കും ശരി. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.